നമസ്കാരം. ഇന്നത്തെ വിഷയം ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല വീഡിയോ എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയുള്ളതാണ്. ഇത്തരത്തിലൊരു നല്ല വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കൈൻമാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് ലഭ്യമാകുക. ഇതിൽ ക്രിയേറ്റ് ന്യൂ ഉണ്ട്, ഗെറ്റ് പ്രോജക്റ്റ് ഉണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മൊബൈലിൽ എടുത്തിരിക്കുന്ന വീഡിയോ ക്ലിപ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. ക്രിയേറ്റ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായി ചോദിക്കുന്നത് നമ്മളുടെ ആസ്പെക്ട് റേഷ്യോ ആണ്. നമ്മുടെ സ്ക്രീൻ റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുക. പലതരത്തിലുള്ള സ്ക്രീനിലെ റേഷ്യോസ് ഇവിടെ ലഭ്യമാണ്. അതിൽ നമുക്ക് ഏത് റേഷ്യോ ആണോ ആവശ്യമുള്ളത് ആ റേഷ്യോ സെലക്ട് ചെയ്യുക. സാധാരണയായി നമ്മൾ യൂട്യൂബിലേക്കും മറ്റും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് 16:9. 16:9 ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം അവിടെ നമുക്ക് ലഭ്യമാകും. ഈ ഭാഗത്ത് നമ്മൾ ഇനി ആദ്യമായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൈൻമാസ്റ്ററിൽ ഇത്തരത്തിൽ ലഭ്യമാകുന്ന വീഡിയോ നമ്മൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ആ ട്രാക്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണോ കട്ട് ചെയ്ത് കളയേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഈ ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം ലെഫ്റ്റ്, ട്രിം റൈറ്റ്, സ്പ്ലിറ്റ്. ട്രിം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ലെഫ്റ്റ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ അത്തരത്തിൽ കട്ട് ചെയ്ത് കളയാം. ഈ വീഡിയോയുടെ റൈറ്റ് ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്ന ലെഫ്റ്റ് ഓർ റൈറ്റ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി ഈ വീഡിയോ നമുക്ക് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ അത്തരത്തിലും കട്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ട്രിം ലെഫ്റ്റ് കൊടുത്താൽ സെലക്ട് ആയ അത്രയും ഭാഗം ലെഫ്റ്റ് സൈഡ് കട്ടായി പോകുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ റൈറ്റ് സൈഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ട്രിം റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കട്ടായി പോകുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോ നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ 2 ക്ലിപ്പായിട്ട് കട്ടായിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത വീഡിയോസിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത സെക്ഷൻ ഓഡിയോ സെക്ഷനാണ്. ഓഡിയോ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയിലേക്ക് റെക്കോർഡായിരിക്കുന്ന ഓഡിയോ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് അത്തരത്തിലുള്ള ഓഡിയോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം മിക്സർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ മ്യൂട്ട് കൊടുക്കുക. മ്യൂട്ട് കൊടുത്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഇതിൽ റെക്കോർഡായിട്ടുള്ള എല്ലാ സൗണ്ടുകളും അവിടെ മ്യൂട്ടാവുന്നതാണ്. വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ വീഡിയോയിൽ റെക്കോർഡായിരുന്ന സൗണ്ട് നമ്മളിപ്പോൾ നിലവിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മറ്റ് സൗണ്ടുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതിനായി നമ്മൾ ഈ ഓഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്, മറ്റു തരത്തിലുള്ള സൗണ്ടുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സൗണ്ടുകൾ, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന സൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ സൗണ്ടുകൾ, മ്യൂസിക് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ വളരെ സിമ്പിളായി ഈ വീഡിയോയിലേക്ക് മിക്സ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ മിക്സ് ചെയ്യുന്ന ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കുകയാണ്. നമ്മൾ മ്യൂസിക് എന്ന് സെലക്ട് ചെയ്യുന്നു. മ്യൂസിക്കുകളും ട്യൂണുകളും ഒക്കെ കൈൻമാസ്റ്ററിൽ തന്നെ ലഭ്യമാണ്. അതിനുശേഷം നമ്മളിതായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ട്യൂൺ നമ്മൾ ജസ്റ്റ് ഹിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോയിലേക്ക് മിക്സ് ആവുന്നതാണ്. കണ്ടില്ല, ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഈ വീഡിയോയിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഈ ട്യൂണോട് കൂടിയായിരിക്കും ഈ വീഡിയോ പ്ലേ ആകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലെയേഴ്സ് ആണ്. നമുക്ക് ഈ വീഡിയോയ്ക്കുള്ളിലേക്ക് നിരവധി ലെയേഴ്സ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മൾ ഈ ലെയർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ, എഫക്റ്റ്, ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, ഹാൻഡ് റൈറ്റിംഗ്, ഇത്രയും ലെയേഴ്സുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വീഡിയോയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒരു ലോഗോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് ലെയർ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ലോഗോ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും.
നിരവധി എഫക്റ്റുകൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് എഫക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് നിരവധി സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, നമുക്കതും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിരവധി എഡിറ്റിംഗ് ഓപ്ഷൻസ് കൈൻമാസ്റ്ററിൽ അവൈലബിൾ ആണ്.